തിരുസഭ ഇന്ന് അനുസ്മരിക്കുന്ന പ്രധാന വിശുദ്ധൻ വേദപാരംഗതനായ വിശുദ്ധ അംബ്രോസ് മെത്രാൻ. ജീവിതകാലം 340 മുതൽ 397 വരെ. ആധുനിക ഫ്രാൻസും ബ്രിട്ടനും സ്പെയിനും ആഫ്രിക്കയുടെ ഏതാനും ഭാഗവും ചേർന്നതാണ് ചരിത്രത്തിലെ ഗോൾ എന്ന് പറയുന്ന പ്രദേശം. ഗോളിലെ പ്രീഫെക്റ്റായിരുന്ന അംബ്രോസിന്റെ മകൻ തന്നെയാണ് വിശുദ്ധ അംബ്രോസ്. ഒരു അഭിഭാഷകനായി അദ്ദേഹം ജോലി ആരംഭിച്ചു. 33-ാമത്തെ വയസ്സിൽ മിലാനിൽ താമസിച്ച് ലിഗുരിയ, എമിലിയ എന്നീ പ്രദേശങ്ങളുടെ ഗവർണറായി ചാർജ് എടുത്തു. പിറ്റേ വർഷം മിലാനിൽ ഒരു മെത്രാനെ തിരഞ്ഞെടുക്കേണ്ടതുണ്ടായിരുന്നു. ആര്യൻ പാഷണ്ഡികളും കത്തോലിക്കരും തമ്മിൽ പുതിയ മെത്രാന്റെ തിരഞ്ഞെടുപ്പിനെപ്പറ്റി തർക്കമുണ്ടായപ്പോൾ സമാധാനപരമായി തിരഞ്ഞെടുപ്പ് നടത്താൻ ഗവർണർ അംബ്രോസ് ഉദ്ബോധിപ്പിച്ചു. തത്സമയം ഒരു ശിശു അംബ്രോസ് തന്നെ മെത്രാൻ എന്ന് വിളിച്ചു പറഞ്ഞു. കുട്ടിയുടെ ആഹ്വാനം ജനങ്ങൾ ഉറക്കെ പിന്താങ്ങി. ഞങ്ങൾക്ക് അംബ്രോസിനെ തന്നെ മെത്രാനായി വേണം. അങ്ങനെ 374 ഡിസംബർ 7-ാം തീയതി അംബ്രോസ് ജ്ഞാനസ്നാനവും പൗരോഹിത്യവും മെത്രാഭിഷേകവും സ്വീകരിച്ചു. അദ്ദേഹം തന്റെ സ്വത്ത് മുഴുവനും ദരിദ്രർക്കും തിരുസഭയ്ക്കുമായി നൽകി. എല്ലാ ഞായറാഴ്ചകളിലും അംബ്രോസ് മിലാൻ കത്തീഡ്രലിൽ പ്രസംഗിച്ചിരുന്നു. പലപ്പോഴും കന്യാത്വത്തെപ്പറ്റിയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം. സിസറോയെ പോലെ ഒരു വാഗ്മിയായിരുന്ന അംബ്രോസിന് ഗവൺമെന്റിൽ നല്ല സ്വാധീനമുണ്ടായിരുന്നതുകൊണ്ട് ആര്യൻ പാഷണ്ഡികളെ ചെറുത്തു നിൽക്കാൻ അദ്ദേഹത്തിന് പ്രയാസമുണ്ടായില്ല. ചക്രവർത്തിമാരുടെ കുറ്റങ്ങളും ബിഷപ്പ് ആംബ്രോസ് വെറുതെ വിട്ടില്ല. ഔക്സെൻസിയൂസ് ചക്രവർത്തിയോടുള്ള തർക്കത്തിൽ അദ്ദേഹം പറഞ്ഞു, ചക്രവർത്തി തിരുസഭയിലെ ഒരു അംഗമാണ്, തിരുസഭയ്ക്ക് മേലല്ല. തെസലോനിക്കയിൽ അനേകരുടെ വധത്തിന് കാരണമായി തീർന്ന തെയോഡോഷ്യസ് ചക്രവർത്തിയെ പരസ്യ പ്രാശ്ചിത്തം ചെയ്തതിനു ശേഷമേ ദേവാലയത്തിൽ കയറാൻ അനുവദിച്ചുള്ളൂ. വിശുദ്ധ അഗസ്റ്റിന്റെ മാനസാന്തരത്തിന് വിശുദ്ധ അംബ്രോസിന്റെ പ്രസംഗങ്ങൾ വളരെ ഉപകരിച്ചിട്ടുണ്ട്. അദ്ദേഹം തന്നെയാണ് അഗസ്റ്റിനെ ജ്ഞാനസ്നാനപ്പെടുത്തിയതും. വിശുദ്ധ ഗ്രന്ഥം, പൗരോഹിത്യം, കന്യാത്വം മുതലായ വിഷയങ്ങളെപ്പറ്റി ഈടുറ്റ ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. പല ഗാനങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അംബ്രോസിയൻ കീർത്തനങ്ങൾ പ്രാചീന കാലങ്ങളിൽ തന്നെ പ്രസിദ്ധമായിരുന്നു. മിലാനിൽ അംബ്രോസിയൻ എന്ന പേരിൽ ഒരു റീത്ത് തന്നെയുണ്ട്. അംബ്രോസിയൻ ഗാനങ്ങളാണ് അതിന്റെ പ്രത്യേകത. അംബ്രോസിയൻ സന്യാസ സഭ എന്നിങ്ങനെ പല സ്ഥാപനങ്ങളും അദ്ദേഹത്തിന്റെ നാമത്തിലുണ്ട്. ഒരു രാജ്യത്തെ ഗവർണർ ഭക്തനായൊരു മെത്രാനായി മാറുക കൃപാവരത്തിന്റെ ശക്തിയാണ് പ്രദ്യോതിപ്പിക്കുന്നത്. വിചിന്തനം. വിശുദ്ധ അംബ്രോസിന്റെ വാക്കുകൾ: ദൈവാനുഗ്രഹങ്ങൾ ലഭിക്കുന്നത് ഉറങ്ങുന്നവർക്കല്ല, ജാഗരിച്ച് അധ്വാനിക്കുന്നവർക്കത്രേ.